ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇയേഴ്സ് ടു പോസിറ്റീവ്. ഇപ്പോൾ പ്രെപ്പ് എന്ന് പറയുന്ന മെഡിസിൻ ഭയങ്കര പോപ്പുലറാണ് അല്ലേ. പ്രീ എക്സ്പോഷർ പ്രൊഫിലാക്സിസും പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ മരുന്നിൻ്റെ കാര്യം ആദ്യമായിട്ട് കേരളത്തിലെ ആളുകളോട് വിളിച്ച് പറയുമ്പോൾ പല ആളുകളും നമുക്ക് ആ ഒരു സമയത്ത് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവനൊക്കെ പറയുന്ന മരുന്നൊക്കെ കഴിച്ച് കിഡ്നി പോകരുത്, ലിവർ പോകരുത് എന്നൊക്കെ പറയുന്നതായിട്ട്. കാരണം ആ ഒരു സമയത്ത് ഇതിനെപ്പറ്റി ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം പേർക്കും അറിയില്ല. പല മെഡിക്കൽ പ്രൊഫഷണൽസിനും ആ ഒരു സമയത്ത് അറിയത്തില്ല. കാരണം ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO പോലുള്ള സംഘടനകൾ പല വിദേശ രാജ്യങ്ങളിലും ആ ഒരു സമയത്ത് ഹൈലി സെക്ഷുവലി ആക്റ്റീവായിട്ടുള്ള ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു മെഡിസിനാണ് ഈ സമയത്ത്. നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ഒരു സദാചാര മൂല്യവും അയ്യോ ഇത് ഇങ്ങനെ കഴിക്കാനുള്ള മെഡിസിനാണ്, അതെങ്ങനെ പോയി മേടിക്കും അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കും എന്നുള്ള സംഭവങ്ങളുമൊക്കെ അറിയാലോ. മലയാളിയുടെ ഒരു സ്ഥിരം എല്ലാത്തിനെയും എതിർക്കുക, എന്നിട്ട് 100% ലിറ്ററസി എന്ന് പറയുക, എല്ലാ കുരുത്തക്കേടിലും ചെന്ന് ചാടുകയും ചെയ്യും. ഇതാണല്ലോ കറക്റ്റായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പം എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പ്രെപ്പിന് സ്വീകാര്യത കിട്ടുന്നുണ്ട്. പല ആളുകളും പല ഹോസ്പിറ്റലുകളിൽ പോയി ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല ഡോക്ടേഴ്സിനോടും പോയി പെപ്പ് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പെപ്പിൻ്റെ വിൽപ്പന വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ തന്നെയാണെങ്കിലും കേരളത്തിലെ വിങ്സിൽ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. അത് മെഡിക്കൽ പ്രൊഫഷണൽസ് എടുക്കുന്നുണ്ട്, അല്ലാത്തവരൊക്കെ എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ഈ സൈഡ് എഫക്ട്സിൻ്റെ കാര്യം പറയുന്ന ആളുകളോടും പ്രെപ്പ് ആവശ്യത്തിനും അനാവശ്യത്തിനും എടുക്കുന്നവരോടും പ്രെപ്പ് ആവശ്യത്തിനും അനാവശ്യത്തിനും കുറിച്ച് കൊടുക്കുന്ന ഡോക്ടേഴ്സിനുമാണ് ഈ ഒരു വീഡിയോ. അതായത് ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ ഈ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ അത് കഴിച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആകും ഇങ്ങനെ ആകും എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ പലരെയും നിരുത്സാഹപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. അത് ഓരോരുത്തരുടെയും എന്താ പറയുക, സ്വകാര്യമായിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. നമ്മുടെ തലച്ചോറ് മറ്റുള്ളവർക്ക് പണയപ്പെടുത്തുമ്പോൾ അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പം HIV ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും ശരി, മറ്റ് ട്രീറ്റ്മെൻറ്റ് ക്യാൻസർ പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണെങ്കിലും ശരി, ഏറ്റവും കൂടുതൽ ഫെയിലാക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഈ പ്രാർത്ഥനക്കാരെന്ന് പറയുന്ന സംഭവം. ഇപ്പം ഞങ്ങൾക്ക് തന്നെ പേഴ്സണലി കുറേ ആൾക്കാരെ അറിയാം, കുറേ പെൺകുട്ടികളെ അറിയാം. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയിട്ട് അവർ പറഞ്ഞ പ്രകാരം HIV ട്രീറ്റ്മെൻറ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം. ചില സിസ്റ്റർമാർ, പറയാതിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് സഭയുടെ പേരും അറിയാം, എവിടുത്തെ ആൾക്കാരുമാണെന്നറിയാം. പക്ഷേ അത്രയും വലിയൊരു സഭയായതുകൊണ്ട് എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. അവിടെ ഇരിക്കുന്ന ഒരു സിസ്റ്റർ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു, കോഴിക്കോടുള്ളൊരു പെൺകുട്ടിയാണ്. ആ കുട്ടിക്ക് 22-23 വയസ്സേ ഉള്ളൂ. കുട്ടിയോട് പറഞ്ഞു, ഈ HIV മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓജസ്സും തേജസ്സും പോകും. ഈ വേർഡ് തന്നെയാണ് യൂസ് ചെയ്തത്, ഓജസ്സും തേജസ്സും പോകും. അതിൽ പിന്നെ ഈ കുട്ടി മരുന്ന് കഴിക്കത്തില്ല. ഇതിൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് സാർ എങ്ങനെയെങ്കിലും പറഞ്ഞ് എന്നെ ഒന്ന് മരുന്ന് കഴിപ്പിക്കണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള ചില വിഭാഗങ്ങളാണ്. എനിക്ക് പേഴ്സണലി എൻ്റെ ഫാമിലി പോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ നടന്നൊരു സംഭവം ഞാൻ പറയാം. അതായത് എൻ്റെ വീട്ടിലൊരു ജോലിക്കാരനുണ്ട്. അയാളൊരു 6 വർഷം മുമ്പാണ് എൻ്റെ വീട്ടിൽ വന്നത്. അപ്പം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്, ഒരു തമിഴ്നാടുകാരനാണ്. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ എനിക്ക് ഹെപ്പറ്റൈറ്റിസ് B ഉണ്ട്, ഹെപ്പ് B പോസിറ്റീവാണ്. ഞാൻ ഗൾഫിൽ പോകണം, ചെറിയ പണിയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം വെളിയിൽ ചെറിയ എന്തോ ഒരു പണിക്ക് പോകാൻ വേണ്ടി ടെസ്റ്റ് എടുത്ത സമയത്താണ് ഇത് അറിയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗം മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം. വീട്ടിൽ 2 പെൺകുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, ഇവർക്കെല്ലാം വാക്സിനേഷൻ എടുക്കണം എന്ന് പറഞ്ഞു. ഇവർക്കൊന്നും വാക്സിനേഷൻ എടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്? ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒന്നെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരിക, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നാട്ടിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം അയാൾ പറഞ്ഞു, ഞാൻ എടുത്തോളാം സാർ, ഞാൻ വൈഫിനും കുഞ്ഞുങ്ങൾക്കുമൊക്കെ വാക്സിനേഷൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഇടയ്ക്ക് ഞാൻ നാട്ടിൽ വരുമ്പോഴാണ് ഇദ്ദേഹത്തെ കാണാറുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കും, എങ്ങനെയുണ്ട്, ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല സാർ, എനിക്ക് പേടിയാണ് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാനായിട്ട്, ഒരുപാട് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ.
അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് കഴിക്കാൻ പേടിയാണ്, ഞാൻ ആയുർവേദത്തിലാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയും സെൻറ്റൻസേ ഉള്ളൂ, നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ലെങ്കിൽ എടുക്കേണ്ട, പക്ഷേ ആയുർവേദത്തിൽ കാണിക്കുന്നതിനോട് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. പ്രത്യേകിച്ച് അരിഷ്ടവും കഷായമൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും അത് കഴിക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന് മാത്രം പറഞ്ഞു. അല്ല വേറൊരു സംഭവത്തെ ഞാനത് പറയുന്നത് തെറ്റാണ്. അയാളുടെ പേഴ്സണൽ ചോയ്സാണ് ഏത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, എന്തെടുക്കണം, എന്ത് കഴിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ള ഒരു പരിമിതി മാത്രമേ ഉള്ളൂ. അപ്പം അതിനുശേഷം വീണ്ടും ഒരു 1-2 കൊല്ലം കഴിഞ്ഞു. ഞാൻ വീണ്ടും പുള്ളിയിടയ്ക്ക് കാണുമ്പോൾ എങ്ങനെയുണ്ട്, സുഖമായിരിക്കുന്നോ, വാക്സിൻ എങ്കിലും കുട്ടികൾക്കെങ്കിലും എടുക്കണം, പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഞാൻ വാക്സിൻ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു ഭാഗ്യത്തിന് കുട്ടികളെ കൊണ്ട് വാക്സിൻ എടുപ്പിച്ചു. അതിനുശേഷം കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇതേ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിച്ചു, സർ ഞാൻ എറണാകുളം അമൃതയിലൊന്ന് പോട്ടെ, എനിക്ക് ഒന്ന് കംപ്ലീറ്റ് ചെക്കപ്പ് എടുക്കാനായിട്ടാണ്, എനിക്ക് അവിടെ ആരെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്ത് തരൂ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അമൃതയിൽ എനിക്ക് ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ല, എനിക്ക് വേറൊരു ഹോസ്പിറ്റലുണ്ട്, അതേമാതിരി തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്, ഞാൻ അങ്ങോട്ടത്തേക്ക് വിളിച്ച് പറഞ്ഞെല്ലാം സെറ്റാക്കാം എന്ന് പറഞ്ഞ് പുള്ളി അങ്ങനെ അവിടെ പോയി ടെസ്റ്റെല്ലാം എടുത്ത് കഴിഞ്ഞ് റിസൾട്ട് എന്നെ പുള്ളി ഭയങ്കര ടെൻഷനോടുകൂടി തന്നെ ഡയറക്റ്റ് വീട്ടിൽ വന്ന് റിപ്പോർട്ടെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് വെറും ഹെപ്പറ്റൈറ്റിസ് ബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി 2-3 കൊല്ലമായിട്ട് ആയുർവേദ മെഡിസിൻസ് കഴിക്കുന്നുണ്ട് ഇതിന് വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ HIV ശരി, ഹെപ്പറ്റൈറ്റിസ് ബിക്കാണെങ്കിലും ശരി, HPV ശരി, VDRനാണെങ്കിലും ഇതിനൊന്നും ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഇല്ല. അതിപ്പം നമ്മൾ പറയുമ്പോഴത്തേക്കും കുറേ പ്രകൃതി സ്നേഹികളും മറ്റവരും മറിച്ചവരും ഒക്കെ കിടന്ന് തെറി പറയും. ഇതിനകത്ത് ഇവർ തെറി പറയാൻ മാത്രം ഒന്നും ഇല്ല, കാരണം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഈ അരിഷ്ടമെല്ലാം കഴിച്ച് ഇദ്ദേഹത്തിൻ്റെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ലിവർ സിറോസിസ് ആയിട്ട് മാറി. അൺഫോർച്ചുനേറ്റ്ലി 85% ലിവർ പുള്ളിയുടെ അടിച്ചുപോയി. ജസ്റ്റ് 39 വയസ്സേ ഉള്ളൂ, അടിച്ചുപോയി. അപ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സ്കാനിങ് നോക്കിയപ്പോഴത്തേക്കും ലിവറിനകത്തുള്ള ചെറിയ നെർവ്സിൻ്റെ എല്ലാം പെർമനൻ്റ്ലി ഡാമേജ് ആയിപ്പോയിട്ടുണ്ട്. ഇപ്പം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ അല്ലാതെ വേറൊരു ഓപ്ഷനും പുള്ളിയുടെ മുന്നിലില്ല. വളരെ സാമ്പത്തികമായിട്ട് പുറകിൽ നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മളുടെ വളരെ ചെറിയൊരു ലൈഫാണ്. അപ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് മരുന്ന് കഴിക്കുന്നത് അല്ലാതെ അത് മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ മരുന്ന് കഴിച്ച് മാറ്റുക, സർജറി ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്ത് മാറ്റുക. അല്ലാതെ അതിൻ്റെ പേര് നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയുടെ പേര് പറഞ്ഞുകൊണ്ട് മരുന്ന് കഴിക്കാതിരിക്കുന്നത് എന്തിനാ? അല്ലെങ്കിൽ പ്രാർത്ഥനക്കാർ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ആയുർവേദ യുനാനി പോയി ചെയ്യേണ്ട കാര്യം എന്തിനാ? വല്ലോ നടുവേദനയോ മുട്ടുവേദനയൊക്കെ വരുമ്പോൾ ചെയ്യുന്ന പോലെ അല്ല. ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം വേറെയാണ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് അതുപോലുള്ള കാര്യങ്ങളാണ്. ചില ആളുകൾ പറയും ഞാൻ അങ്ങനത്തെ ഫുഡാണ് കഴിക്കുന്നത്, ഇങ്ങനത്തെ ഫുഡാണ്, ബ്രോയിലർ കോഴി ഞാൻ തൊടാറില്ല. ഈ ബ്രോയിലർ കോഴി തൊട്ടില്ലെങ്കിൽ എന്താ നിങ്ങൾ കഴിക്കുന്ന ഉച്ചക്കത്തെ ചോറ് TND പോലുള്ള ചോറുകൾ? അത് ഇതേ സാങ്കേതിക ജനിതക വിപ്ലവത്തിലൂടെ തന്നെ രൂപം കൊണ്ട അരി തന്നെയാണ് നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. അതിനകത്തിപ്പം ബ്രോയിലർ കോഴി അതേ രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് കുറച്ചും കൂടെ ഡീപ്പായിട്ട് സയൻസ് പഠിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ. ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി എങ്ങനെയാണ് ഈ TND അരിയും ബോയിലർ കോഴിയും ഇതിൻ്റെ എല്ലാം ഘടന ഒന്ന് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ജീവിക്കുന്നത് വളരെയേറെ മലിനപ്പെട്ട ഒരു സൊസൈറ്റിയിലും അതിലേറെ മലിനപ്പെട്ട ഫുഡ് സംസ്കാരത്തിലുമാണ് കഴിക്കുന്നത്. അപ്പം നമുക്ക് പഴയ രീതിയിലുള്ള ഇല പിഴിഞ്ഞ് കുടിക്കുന്നതോ ചാറ് കുടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. അത് കുറേ ടോക്സിൻസ് ആയിട്ട് അല്ലെങ്കിൽ ലിവറിനോ മറ്റു കാര്യങ്ങളോ കാസിനോയിഡ്സ് ഒക്കെ ആയിട്ട് മാറും എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, വളരെ എൻ്റെയൊക്കെ നാട്ടിൽ കുഞ്ഞു പിള്ളേർക്ക് വയറുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ പല അമ്മമാരും കൊടുക്കുന്നതാണ് വെറ്റിലയുടെ നീര് ഇടിച്ച് പിഴിഞ്ഞ് തേനുമായിട്ട് കൊടുക്കുന്നതാണ്. ഈ വെറ്റില എന്ന് പറയുന്ന സാധനത്തിന് 4000-ഓളം കെമിക്കൽസ് അതിനകത്തുണ്ട്. അപ്പം ഇതിനകത്ത് പലതും കാസിനോയിഡ്സാണ്, ക്യാൻസറിനെ ജനിപ്പിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ഇതിനകത്തുള്ളത്. ഇതാരും മനസ്സിലാക്കണില്ല. നമ്മളൊരു മരുന്ന് വയറുവേദന വരുമ്പോഴത്തേക്കും അതിന് എന്താണ് വേണ്ടത്, അതിൻ്റെ കണ്ടൻറ്റ് മാത്രം എടുത്ത് ഗുളികയാക്കി വല്ല സിറപ്പാക്കിയോ കൊടുക്കുന്ന ഇംഗ്ലീഷ് മരുന്നാണ് എല്ലാവർക്കും പേടി. മറ്റേ ആയുർവേദ മരുന്ന് എപ്പോഴും എല്ലാവർക്കും വരിക. അതുപോലെ തന്നെയാണ് ഈ പെപ്പിൻ്റെയും കാര്യം.
അതേമാതിരി ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രപ്പിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അതായത് പ്രപ്പ് എടുക്കേണ്ടത് എപ്പോഴാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളത്. അപ്പം പല ആളുകളും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രപ്പ് എമർജൻസി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ബുക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഡീപ്പായിട്ട് ഒരു സെക്സ് വർക്കറുമായിട്ട് അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാളുമായിട്ട് സെക്സ് ചെയ്തു, കോണ്ടം ഇല്ലാതെ സെക്സ് ചെയ്തു. ഇനി കോണ്ടം ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോയെന്ന് പറഞ്ഞാലും ഈ പറയുന്ന വലിയ സീനൊന്നും ഇല്ല. അങ്ങനെയൊന്നും HIV ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. നമ്മൾ കോണ്ടത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കോണ്ടത്തിനകത്ത് 3 കെമിക്കൽസ് ഉണ്ട്. നിനാസിനിൻ എന്ന് പറയുന്ന കെമിക്കൽ ഇതിനെ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും ചില ആളുകൾക്ക് പേടിയാണ്. ചിലർ ഫിംഗറിങ് ചെയ്തു, പ്രപ്പ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് പ്രപ്പ് എഴുതി കൊടുക്കുന്ന ഡോക്ടേഴ്സും ഉണ്ട്. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഇങ്ങനെ ഒന്നും ലോ റിസ്കിലൊന്നും പ്രപ്പിലോട്ട് പോകേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മളൊരു ഭയങ്കര ഒട്ടും പരിചയമില്ലാത്ത ഒരാളുമായിട്ട് ഡീപ്പായിട്ട് സെക്സ് ചെയ്തു, കോണ്ടമോ ജെല്ലോ ഒന്നും യൂസ് ചെയ്യാതെ സെക്സ് ചെയ്തു, ആ സമയത്ത് നിങ്ങൾ പ്രപ്പ് എടുത്തോണം. ഈ ആക്സിഡൻ്റൽ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി അത് ഞാൻ പ്രത്യേകിച്ച് എടുത്തൊന്നും പറയുന്നില്ല. അങ്ങനെയൊന്നും HIV ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് തീരെ കുറവാണ്. പിന്നെ ഡ്രഗ് യൂസ് ചെയ്യുന്നത് മൂലം വരാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല പോസിബിലിറ്റി ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് B പോലുള്ള സംഭവങ്ങൾ വരാനും നല്ല ചാൻസ് ഉണ്ട്. എന്നാൽ പ്രപ്പ് അതിന് ഹെൽപ്പ് ചെയ്യത്തില്ല. ഹെപ്പറ്റൈറ്റിസ് വരാനായിട്ട് ഉള്ള പ്രിവെൻഷൻ മെഡിസിൻ അല്ല ഇത്. അതേമാതിരി തന്നെ ഇടയ്ക്കിടയ്ക്ക് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർ പ്രപ്പ് എടുക്കാതിരിക്കുക. കാരണം ഏതിൽ നിന്നാണ് അവർക്ക് ഇത് പോസിറ്റീവ് ആകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതുള്ള ആളുകൾ ദയവ് ചെയ്തിട്ട് PEPയിലോട്ട് പോകാതിരിക്കുക. ഓക്കെ, അതല്ലാതെ പ്രപ്പ് എടുക്കുമ്പം ധാരാളം വെള്ളം കുടിക്കുക, നോർമൽ ഫുഡെല്ലാം കഴിക്കുക. ഒരു കാരണവശാലും ആൽക്കഹോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് നിങ്ങൾ കഴിക്കുന്ന മെഡിസിനകത്തുള്ള ചില കണ്ടൻറ് ഉണ്ട്, ഡോക്ടർ പോലുള്ള ചില കണ്ടൻറ് ഉണ്ട്, അത് ആൽക്കഹോളുമായിട്ട് വർക്ക് ആവാറില്ല പൊതുവേ. അപ്പം നിങ്ങൾ എന്തായാലും 28 ദിവസം റിസ്ക് എടുത്ത് ഇത് മരുന്ന് കഴിക്കുന്നുണ്ട്, ഇത്രയും കാശ് മുടക്കി മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ 28 ദിവസം മര്യാദയ്ക്ക് കൃത്യമായിട്ട് ആൾക്കാർ ഡോക്ടേഴ്സ് പറയുന്ന പോലെ മരുന്ന് കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അല്ലാതെ ഈ ആവശ്യമില്ലാത്ത ഊഹാപോഹമോ ആവശ്യമില്ലാത്ത ടെൻഷനോ ആവശ്യമില്ലാത്ത പേടിയോ. നമ്മളിപ്പം പണ്ടൊക്കെ നമ്മൾ പ്രപ്പിൻ്റെ എമർജൻസി എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഫസ്റ്റ് നമുക്കൊരു കൗൺസിലിംഗ് സെക്ഷൻ ഉണ്ട്. ആ സമയത്ത് തന്നെ റിസ്ക് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ റിജക്റ്റ് ചെയ്ത് വിടാറാണ് ചെയ്യാറുള്ളത്. നിങ്ങൾ പ്രപ്പ് കഴിക്കേണ്ട. അത് ചില ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ബോധമുള്ളവർ പറയും വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറയും. ഇങ്ങനെയാണ് കാര്യങ്ങൾ. എന്നാൽ ഒട്ടും റിസ്ക് ഇല്ല, 0 റിസ്ക് ഉള്ള ആൾക്കാരും പറയും സാർ എനിക്ക് പ്രപ്പ് തന്നേക്ക്, ഞാൻ ബാലൻസ് എമൗണ്ടും കൂടെ പേ ചെയ്യാം, എനിക്ക് പ്രപ്പ് വേണം എന്ന് പറയും. ഈ ആവശ്യമില്ലാത്ത ഈ കെമിക്കൽ ബോഡിയിലോട്ട് വലിച്ചു കയറ്റേണ്ട യാതൊരു കാര്യമില്ല. എന്നിട്ടൊരു ചോദ്യമുണ്ട്, ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? നിങ്ങൾ മെഡിസിൻ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ റിസ്കിൽ നിന്ന് നമ്മൾ ഫ്രീ ആകുക എന്നുള്ളതേ ഉള്ളൂ. സോ പ്രപ്പിന് വേണ്ടി കോൺടാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രപ്പിന് വേണ്ടി മറ്റൊരു ഡോക്ടേഴ്സിനെ കാണുമ്പോഴാണെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ച് അനലൈസ് ചെയ്യുക. ഒന്ന്, നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള സെക്സ് പോയിട്ടുണ്ടോ? റിസ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? റിസ്ക് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഈ HIV എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വെളിയിലോ നമ്മുടെ തുപ്പലിലോ മൂത്രത്തിലോ ഒന്നും HIV വൈറസിനെ ഹോൾഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ആ രീതിയിലുള്ള എന്തെങ്കിലും, അതല്ലാത്ത രീതിയിലുള്ള ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം പ്രപ്പ് പോലുള്ള സംഭവത്തിലോട്ട് പോവുക. അല്ലാതെ ആവശ്യമില്ലാതെ വലിച്ചു വാരി കഴിക്കേണ്ട ഒരു മെഡിസിൻ അല്ല പ്രപ്പ്. അത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. കണ്ടമാനം പ്രപ്പിൻ്റെ ഓർഡേഴ്സ് വരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അല്ലാതെ ഞങ്ങളുടെ കച്ചവടം ബൂസ്റ്റ് ചെയ്യാനോ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാനോ വേണ്ടിയൊന്നും അല്ല ഇവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ആവശ്യമില്ലാതെ ഞങ്ങളിൽ നിന്നാണെങ്കിലും മറ്റ് ഡോക്ടേഴ്സിൽ നിന്നാണെങ്കിലും മെഡിക്കൽ റെപ്പുമാരുടെ എടുക്കുന്ന നിന്നാണെങ്കിലും ഡെയിലി നിങ്ങൾ പ്രപ്പ് മേടിച്ച് യൂസ് ചെയ്യരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.